ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ട് MEP ട്രെയിനിങ്ങിന് പല സ്റ്റുഡൻസും പ്രിഫർ ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക്കൽ പോലെയുള്ള കോർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ആണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ, ഷോപ്പിംഗ് മാള്, അതുപോലെ ഹോസ്പിറ്റൽ, എയർപോർട്ട് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലകളിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകളിലും നമുക്ക് ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിക്കൽ പാനൽ ബോർഡ്. അപ്പോൾ നമ്മൾ പല സ്റ്റുഡൻസും ഇതുപോലെ MEP കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പാനൽ ബോർഡിൻ്റെ ഫീൽഡ് വിസിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ പ്രാക്ടിക്കലിന് വേണ്ടി മാത്രം സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് കൊടുത്ത സൈറ്റ് വിസിറ്റൊക്കെ എവിടെയാണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എമൗണ്ട് കൊടുത്ത് MEP കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോഴാണ് പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ MEP കോഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ MEP പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഉപയോഗപ്പെടുള്ളൂ എന്ന് മിക്കവാറും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് എവിടെയെങ്കിലും പോയി MEP കോഴ്സ് പഠിക്കുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് നമ്മളിങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഇതെല്ലാ സ്ഥാപനങ്ങളിലും ഒരേപോലെ അല്ലേ ട്രെയിനിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. ബട്ട് MEP ഇങ്ങനത്തെ ഫിനിഷിംഗ് കോഴ്സുകൾക്ക് പ്രത്യേക ഒരു സിലബസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമ്മൾ BTech കേരളത്തിൽ ഏത് കോളേജിൽ പഠിച്ചാലും ഓരോ സിലബസും മെത്തേഡ്സും ആണ് ഫോളോ ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. എന്നാൽ MEP കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ നോട്ട്ബുക്കും കൊണ്ട് പോയി കുറച്ച് നോട്ട്ബുക്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് തരുന്നു, അത് നോക്കി MEP പഠിക്കുക. അങ്ങനെ ഒരു മെത്തേഡിൽ MEP പഠിച്ചാൽ നമുക്ക് ഒരിടത്തും ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ മെയിൻ ബസ് ബാറിൽ നിന്ന് MCCBയിലേക്ക് കണക്ട് ചെയ്യണ്ടേ? ആ കണക്ട് ചെയ്യുന്ന ബസ് ബാറിന്റെയും ആ MCCB 100 ആംപിയറിന്റെ MCCBയുടെ സ്പ്രെഡറിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അവിടെ പാട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആവും. അതുകൊണ്ടാണ് സ്വിച്ച് റേറ്റിംഗ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത്. ഇൻകമർ ബ്രേക്കറിന്റെ ഫ്യൂസ് റേറ്റിംഗ് വെച്ചിട്ട് ഔട്ട് ഗോയിങ് സ്വിച്ച് റേറ്റിംഗ് മിനിമം ഇത്ര വാല്യൂ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് വലിയ ലോഡുകളാണ് നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചില്ലർ പ്ലാന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ മെയിൻ ആയിട്ട് വരുന്ന സബ് പാനലുകൾ, യൂട്ടിലിറ്റി പാനല്, അങ്ങനെയുള്ള മെയിൻ ലോഡുകളാണ് MSBയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ DB ഒക്കെ വരുന്നത് സബ് പാനലിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നത്. മനസ്സിലല്ലേ? കാണുമ്പോൾ അറിയാം ഈ ഏറ്റവും മുകളിൽ കാണുന്നതാണ് RMU. അപ്പൊ അവിടെ ഒരു ഇൻകമർ വന്നു, ഒരു ഔട്ട് ഗോയിങ് വന്നു ആ ടോപ്പ് സൈഡിൽ. പിന്നെ ഇവിടത്തേക്കുള്ള കണക്ഷനാണ് അടിയിലോട്ട് പോയേക്കണേ, ഔട്ട് പോയേക്കണേ. അതാണ് ഒരു ഇൻകമർ, ഒരു ഔട്ട് ഗോയിങ്, ഒരു ഇൻകമർ വന്നു. അത് പിന്നെ അടുത്ത ക്ലയന്റ് കസ്റ്റമേഴ്സിന് വേണ്ടി പോകുന്നു. പിന്നെ ഒരെണ്ണം നമ്മുടെ കണക്ഷന് വേണ്ടിയിട്ട് താഴേക്ക് വരുന്നു, ഔട്ട് എടുക്കുന്നത്. ഇവിടെ നിന്ന് വരുന്ന ഒരെണ്ണം അടുത്ത ആൾക്ക് പോകുന്നു, ഒരെണ്ണം താഴേക്ക് വരുന്നു.